ഈ മുൻ നിർണയം എങ്ങനെ വെളിപ്പെട്ടതെന്നറിയാമോ? ഒരു തിരഞ്ഞെടുപ്പ് നമ്മുടെ മേൽ കിടക്കുന്നത് കൊണ്ടാ. പൗലോസിനെ നോക്കി ചോദിക്കാം, പൗലോസെ, താങ്കളെ ദൈവം നിർണയിച്ചത്, ഈ നിർണയം താങ്കൾ എപ്പോഴാ തിരിച്ചറിഞ്ഞത്? എപ്പോഴാ ദൈവത്തിൻ്റെ പദ്ധതി താങ്കളുടെ മേൽ വെളിപ്പെട്ടത്? പൗലോസ് ലിഹയ്ക്ക് പറയാൻ ഒരു സാക്ഷ്യമുണ്ട്. ഗമാലിയലിൻ്റെ കാൽക്കലിരുന്ന് പാദപീഠം ഇരുന്ന് ഞാൻ ന്യായപ്രമാണം മുഴുവൻ അഭ്യസിച്ചു. ഞാൻ സഭയെ മുടിച്ചവനാ. എന്നാൽ ദമസ്കോസിന്റെ പടിവാതിൽക്ക വെച്ച് എൻ്റെ ദൈവത്തിൻ്റെ നിർണയം ഞാൻ തിരിച്ചറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പൗലോസിനോട് പരിശുദ്ധാത്മാവ് ചോദിച്ചു, പൗലോസേ, താങ്കൾക്ക് ഉറപ്പാണോ അവിടെ വെച്ചാണ് ദൈവസ്നേഹം താങ്കളുടെ മേൽ വെളിപ്പെട്ടതെന്ന്? വെളിപ്പാടുകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയ ഭക്തൻ പറഞ്ഞു, ചില നാളുകൾക്ക് മുമ്പ് ഞാൻ ഓർത്തത് ദമസ്കോസിന്റെ പടിവാതിലെന്നാ. എന്നാൽ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, അമ്മയുടെ ഉദരത്തിലുരുവായപ്പോൾ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും പരിശുദ്ധാത്മാവ് ചോദിച്ചു, ഉറപ്പാണോ അവിടെ വെച്ച് തന്നെയാണോ ഞാൻ താങ്കളെ സ്നേഹിച്ചത്, കണ്ടത്? മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞു, മുമ്പ് ഞാൻ ഓർത്തത് ദമസ്കോസിന്റെ പടിവാതിലെന്നും അമ്മയുടെ ഉദരത്തിൽ വെച്ചൊന്നും ഒക്കെ ചിന്തിച്ചെങ്കിലും ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഉലക സ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുവിൽ അവൻ എന്നെ പേർ ചൊല്ലി വിളിച്ച ദൈവമാ. ഏതെങ്കിലും ജീവിതത്തിൻ്റെ സാഹചര്യത്താലോ ഏതെങ്കിലും അവസ്ഥകളാലോ കൂട്ടായ്മയ്ക്ക് നീ കടന്നു വന്നുവെന്ന്, നീ പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കിയെന്ന് നീ ചിന്തിക്കരുത്. ഉലകം സ്ഥാപിക്കുന്നതിനു മുമ്പേ ക്രിസ്തുവിൽ അവൻ എന്നെ നിന്നെ പേർ ചൊല്ലി വിളിച്ച ദൈവമാ.